സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ കൈയാളുന്നു എന്നുള്ള ഒരാക്ഷേപം എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ധാരാളമായിട്ട് അത് കാണുന്നു. അവർ തന്നെ ഈ സഹകരണ സ്ഥാപനങ്ങളൊക്കെ ഭരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നുള്ള പണം മുഴുവൻ അവരെടുത്തുകൊണ്ട് പോകുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ബന്ധുക്കൾക്കും അവർക്കൊക്കെ സ്വന്തമായിട്ടുള്ള ലോൺ അങ്ങ് റെഡിയാക്കി കൊടുക്കണം. അവർക്ക് തന്നെ ലോൺ കൊടുക്കും, അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കും. എന്നിട്ട് അത് തിരിച്ചടയ്ക്കേണ്ട, അവസാനം ഇതങ്ങ് മൂങ്ങും. അവരുടെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. വീട്ടിൽ പോയി വാങ്ങിച്ച് ഡെപ്പോസിറ്റ് ചെയ്യും. ആരെങ്കിലും ഒരാൾ റിട്ടയർ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടുമല്ലോ, അത് ഇവർക്കറിയാം ഈ സമയമാണ്. അപ്പോഴേ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് പറയും, ഒരു ചൂണ്ടയിടുകയാണ്, അത് അങ്ങനെ വേണം, നമ്മുടെ നാടിന് വേണ്ടിയുള്ളതാണ്, സഹകരണ സ്ഥാപനമാണ്, ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കാശ് വീട്ടിൽ കൊണ്ടുതരും പണം എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ അവരുടെ നിങ്ങൾ ഡെപ്പോസിറ്റ് വാങ്ങിക്കും. എന്നിട്ട് പറയുന്നത് മറ്റേ നാഷണലൈസ്ഡ് ബാങ്ക് ഇട്ടാൽ നിങ്ങൾക്ക് എത്ര ശതമാനം പലിശ കിട്ടും? അത് 5% അല്ല കിട്ടുള്ളൂ, അല്ലെ 6%, ഞങ്ങൾ 8% തരും. അപ്പം ഈ 2% കേൾക്കുമ്പോൾ അങ്ങ് വീണ് പോകും അതിനകത്ത്. അങ്ങനെ വരുന്നേ. ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം അവസാനം എന്താണ്? ഈ പണം കിട്ടത്തില്ല ആർക്കും. ഇത് ആർക്കും കിട്ടത്തില്ല. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ ചുമ്മാ ഇരിക്കാനേ വെക്കൂ, ഇവരുടെയൊക്കെ പുറകെ നടക്കണം. അവസാനം ആ ബാങ്കിൽ പോയി ആത്മഹത്യ ചെയ്യണം, അവിടെ പോയി തൂങ്ങിച്ചാവണം. അങ്ങനെ ആണെങ്കിൽ പിന്നെ അവരുടെ മക്കൾക്ക് ചിലപ്പോൾ ബാക്കി കിട്ടുന്നിരിക്കും. നമ്മൾ കണ്ടല്ലോ, ഒരു പാവ മനുഷ്യൻ, അവന് നടന്ന് ഒരു നിവൃത്തിയില്ല. അവസാനം അയാളെ വിരട്ടി അടി കിട്ടേണ്ട സമയം കഴിഞ്ഞെന്നാണ് ഒരു നേതാവ് പറഞ്ഞത്. ആ നേതാവ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. അയാൾ അവസാനം ഈ പണം കിട്ടാതായപ്പോൾ അയാൾ ആ ബാങ്കിൽ പോയി, ഈ സഹകരണ ബാങ്കിൽ പോയി അവിടെ പോയി തൂങ്ങി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒന്നുമില്ലെന്ന് പറഞ്ഞവരുണ്ടല്ലോ, 15 ലക്ഷം രൂപ കൊടുത്താൽ ഇടപാട് തീർത്തു. എന്നാൽ അതങ്ങ് നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു ആ മനുഷ്യൻ. അത് ചിന്തിക്കണ്ടേ? അത് ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇപ്പം ഞാനിത് പറയാൻ കാര്യമാണ് എന്താണെന്നറിയോ? ഇപ്പം പെരിയ ഇരട്ടക്കൊലപാതക കേസ് നമുക്കൊക്കെ അറിയാം, കോടതി ശിക്ഷിച്ച കേസാണ്. അതിനകത്ത് ഈ 10 പേര് ജീവപര്യന്തം തടവുമായിട്ട് അവിടെ കിടപ്പുണ്ട്, ജയിലിൽ കിടപ്പുണ്ട്. കുറേ വർഷങ്ങൾ എന്തായാലും അവിടെ തന്നെ കിടക്കുമല്ലോ. അതുപോലെ അതിന് ഫൈനും അടയ്ക്കണം. അപ്പോൾ അത് വന്ന് ആ വീട്ടുകാർക്കൊക്കെ ചെലവിന് കൊടുക്കുന്ന ഒരു ബാധ്യത ഇവർക്കുണ്ട്. കാരണം ഇവർ പാർട്ടിക്കാരൊന്നും അല്ല, പാർട്ടിയായിട്ടൊരു ബന്ധമില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ആ വീട്ടിലെ എല്ലാവരും പോയല്ലോ, ഈ എല്ലാ പ്രതികളുടെയും വീട്ടിൽ ഈ നേതാക്കൾ, CPM നേതാക്കൾ പോയി. ഇപ്പോൾ ഒരു 2 കോടി രൂപ അവർക്ക് പിരിച്ചെടുക്കണം. എന്തിനെന്നറിയോ? ഇനി കേസ് നടത്തുന്നതിൻ്റെ ചെലവിന്. അതായത് അത് ജനങ്ങൾ വഹിച്ചോണമെന്നുള്ളതാണ്. എല്ലാവരും ഇല്ല, പാർട്ടി സഹാക്കൾ മതി. പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകൾ അവർ തൊഴിലാളികളൊക്കെയാണ് 500 രൂപ വെച്ച് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു തൊഴിലാളി പോയാൽ ഒരു 1000 രൂപ അവന് കൂലി കിട്ടുമെന്നിരിക്കട്ടെ, അവൻ്റെ ചിലവും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം അവൻ്റെ എക്സ്പെൻസ് കഴിഞ്ഞാൽ ഒരു 750 രൂപ കാണും ചിലവും കഴിഞ്ഞിട്ട്. ഈ 750 രൂപ എന്ന് പറയുന്നത് വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള കാശാണ്, അത് വീട് ചിലവിന് കൊടുക്കേണ്ടതാണ്. 500 രൂപ ഇതിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി പലരും തൊഴിലില്ലാത്തവരാണ്, ബീഡി തൊഴിലാളികളും അതുപോലൊക്കെ ഉള്ള ആളുകളാണ്, അവർക്ക് ജോലിയില്ല. അങ്ങനെയുള്ള ആളുകളാണ് അവർ സഹാക്കളായിപ്പോയി. പക്ഷേ അത് കാരണം എന്താ? 500 രൂപ കൊടുക്കണം, അവർ പിരിവ് കൊടുക്കണം. എന്തിന്? ഈ കൊലപാതകത്തിന്. അതായത് ഇനി നിങ്ങൾ കൊന്നു, ഒരു കുഴപ്പമില്ല, പാർട്ടി സംരക്ഷിച്ചോളും എന്ന് പറയാം. ഇനി പിരിവെടുക്കാൻ പോവുക ഇതിന്. അതാണ് നടക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, സഹകരണ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഇടതുപക്ഷക്കാർ, അതായത് ഈ പാർട്ടിക്കാർ, അവരുടെ ഒരു ദിവസം ശമ്പളം കൊടുക്കണം. ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവൻ്റെയൊക്കെ സ്വന്തമാണോ? ഇതിൽ നിന്ന് അതിനെന്തോ പ്രത്യേകത? എന്നാൽ ബാക്കിയുള്ള സർക്കാർ ഓഫീസിൽ നിന്നാ പോയി പിരിക്കാത്തത്? സർക്കാർ ഓഫീസിലുള്ള ഇടതുപക്ഷ സംഘടനകളെല്ലാം കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പ്രശ്നം വരും. ഇത് സഹകരണ പ്രസ്ഥാനമാകുമ്പോൾ സഹകരണ സംഘങ്ങൾ ജോലി ചെയ്യുന്ന പാർട്ടി, അതായത് മാർക്സിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, അവർ കൊടുക്കണം ഒരു ദിവസത്തെ അവരുടെ ശമ്പളം. ഇതൊക്കെ എന്ത് ഇടപാടായി കാണുന്നേ? ഈ കൊലപാതകം നടത്തി ആ കൊന്നവന്മാരെ സംരക്ഷിക്കാനായിട്ട് പൈസ കൊടുക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം അത് CBIക്ക് പോയതിനൊക്കെ ജനങ്ങൾ സമാനം പറഞ്ഞു. ഇനി വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെൻറ് തന്നെ നടത്തിയാനേ ഈ കേസും കൂടെ അപ്പീൽ. അത് കൊടുത്താൽ വിവരം അറിയുന്നുള്ളത് കൊണ്ട് അത് കൊടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഏതായാലും വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ളപ്പോൾ വീണ്ടും കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. കാരണം സംരക്ഷിക്കാൻ ആളുണ്ടല്ലോ.